എൻ ശ്രീകുമാർ, 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് താങ്കൾ ഒതുക്കുക. ഈ RSSനോടുള്ള ഐത്തം അത് എത്ര കാലം ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആവും? എത്ര കാലം ഇത് ഇടത് വലത് മുന്നണികൾക്ക് ഗുണം ചെയ്യും എന്നാണ് താങ്കൾ കരുതുന്നത്? മിസ്റ്റർ നമ്പ്യാർ, ഈ CPM-ൻ്റെ RSS BJP ബന്ധം ഉണ്ടായത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. അതിന് പല തെരഞ്ഞെടുപ്പുകളിലും അവർ പഴയ ജനസംഘവും CPM ഒക്കെ യോജിച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്, അത് ആ സംശയമില്ല. അതുപോലെ ഇവരെ ആലോപിക്കുന്ന കോലീബി സഖ്യം എന്നുള്ളത് അത് ഒരു ഘട്ടത്തിൽ ബേപ്പൂരും വടകരയിലും ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ അന്ന് പാർട്ടി എടുത്ത തീരുമാനമാണോ അതോ അത് ചില നേതാക്കളുടെ താല്പര്യപ്രകാരം ഉണ്ടായൊരു ഒരു സഖ്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കാൻ പറ്റില്ല. പക്ഷേ CPM അവരുടെ ഈ യാഥാർത്ഥ്യം മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അവർക്ക് വിനയായത്. ഇപ്പോൾ ഇന്നലെ ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? RSSമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, അപ്പോൾ അത് വിവാദമായില്ല എന്ന് ചോദിച്ചപ്പോൾ വിവാദമായാൽ എന്താണ്, സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സത്യം അവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്കിനി ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വളച്ചൊടിച്ചു എന്നൊക്കെ പഴയ കാലത്ത് അച്ചടി മാധ്യമമുള്ള സമയത്തേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിലും അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ട്, വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഒന്നും ഇനി നിഷേധിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇത് വിശദീകരിച്ച മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്, അതായത് ആദ്യമേ രസകരമായ വസ്തുത, പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞതാരാ? നിലമ്പൂരിലത്തെ സ്ഥാനാർത്ഥി. പിന്നെ തള്ളിപ്പറഞ്ഞതാരാ? മുഖ്യമന്ത്രി. പഴയ കാലത്ത് പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ തിരുത്തുക. ഇത് നേരെ മറിച്ചായിപ്പോയി. അത് വേറൊരു വിരോധാഭാസം. അപ്പോൾ ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു താത്വികമായിട്ട് ചില കാര്യങ്ങൾ പറയാണല്ലോ. അപ്പോൾ അത് പറയുമ്പോഴേ ഇത് വിവാദമാകുമെന്ന് പറയുമ്പോൾ എന്നെ തിരുത്താൻ നിങ്ങളാരാ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് വിനയായിപ്പോയി. എന്തായാലും ഇനി അവർക്കതിനെ തിരുത്താൻ കഴിയില്ല. കാരണം K. രാമൻപിള്ള ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് RSSൻ്റെ വോട്ട് അവർ അഭ്യർത്ഥിച്ചു. ഇത് പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിനോടുള്ള RSSൻ്റെ ബന്ധമെന്ന് CPM ആരോപിക്കുന്നത് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധം ജയിച്ച സമയത്ത് അന്ന് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച തെരഞ്ഞെടുപ്പിലല്ല. അന്നാണ് വാജ്പേയി ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചതൊക്കെ. അതിനുശേഷം നരസിംഹറാവു വന്നപ്പോഴും വാജ്പേയിയെ വിദേശത്തേക്ക് അയച്ച കഥയൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് CPM നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. 1980 കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. 80 കോൺഗ്രസും അതുപോലെ RSSും ബന്ധപ്പെട്ടെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു. സത്യത്തിൽ 1980 കോൺഗ്രസിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് കോൺഗ്രസ് യുവും ഒന്ന് ഇന്ദിരാ കോൺഗ്രസും. കോൺഗ്രസ് യു ആണ് അന്ന് 1980 ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കിയിട്ട് ഈ CPM-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. CPI-യും കോൺഗ്രസും കൂടെ ചേർന്നിട്ടാണ്. അന്ന് കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് ജനതാ പാർട്ടിയുമായി സഹകരിച്ചത്. അപ്പോഴും ജനസംഘമില്ല. 1989 BJP വന്നപ്പോൾ ആ BJPക്കൊപ്പം എല്ലാ ബുധനാഴ്ചയും അത്താഴ വിരുന്ന് നടത്തിയത് EMS-ഉം അദ്വാനിയും VP സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ഇപ്പം ഇതൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രം ഇത് പുറത്തു വന്നു ഗോവിന്ദ മാഷോടെ. അതുകൊണ്ട് സത്യം അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് തിരുത്താൻ പറ്റില്ല. അത് അവരെ RSSമായിട്ട് CPM-ന് ബന്ധമില്ലെന്ന് ഇനി അവർക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല RSS ADGP ബന്ധം, EP ജയരാജൻ്റെ ജാവേദ് ഖറുമായിട്ടുള്ള സന്ദർശനം, ഇതൊക്കെ നാളെ ചർച്ചയാകുമ്പോൾ ഗോവിന്ദ മാഷ സത്യാവസ്ഥ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കേരളത്തിൽ.